ആ സിനിമയിൽ അഭിനയിക്കാത്തതിന്റെ പേരിൽ എന്നെ എവിടെ കണ്ടാ ഞാൻ പറയും, എന്നാലും എന്റെ സിനിമയിൽ ഉണ്ണി എന്നെ എവിടെ കണ്ടാലും പറയും, വിഷ്ണുവിന് ആ പടത്തിൽ നീ അഭിനയിക്കാത്തോണ്ട് വളരെ വിഷമാണ്, വിഷ്ണു കരഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ഈ രണ്ടാമത്തെ പടം കഴിഞ്ഞാ ഓക്കെ. ആദ്യത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രതീക്ഷിക്കാതെ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമോ, ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ടാ പെട്ടു. എന്ത് പറയും, ഞാൻ പറഞ്ഞു പിന്നെ മെസ്സേജ് അയക്കാന്നല്ലേ വിളിച്ചു പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ച് കുത്തി വെച്ച് വെച്ചിരിക്കുക, വായിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും പറയോ സ്ക്രിപ്റ്റ് വയ്ക്കുമ്പോ അത് കുത്തി വെച്ചിരിക്കുക, വായിക്കാൻ പറ്റില്ല, തുന്നു വിട്ടിരിക്കുകയാണ്, ബൈൻഡ് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല പേപ്പറായിരുന്നു തരുന്നില്ല, ചത്തം തരുന്നില്ല. അതെന്താ സ്ക്രിപ്റ്റ് എന്താ കൊടുക്കാൻ ഞാൻ ആദ്യം സിനിമയ്ക്ക്? അല്ല സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റിൽ ഈ പറയുന്നത്രയൊന്നും ഇല്ലായിരുന്നു. കഥ പറയുമ്പോഴില്ല, കഥ പറയുമ്പോൾ ജീപ്പിൽ വന്നു പോന്നു. അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിൽ മുഴുവൻ കഥ ഞാൻ കഥയൊക്കെ കൊള്ളാം, ഇന്റെ ക്യാരക്ടർ എവിടെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അതിലും മുമ്പ് കേട്ട അറിവിന്റെ അവസ്ഥയപ്പോ ഞാൻ എല്ലാം കേട്ടിട്ട് ഞാൻ അല്ല ഇതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ, നല്ല കഥയാ, വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, കുറെ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നോട് പറയുമ്പോൾ ഞാനൊരു പ്രാവശ്യം GP വന്നു പോയി, പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ നോക്കി നിൽക്കുന്നു, ഇത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് സ്ക്രിപ്റ്റിൽ കുത്തിവെച്ചിരിക്കുക. കോവിഡിലിരുന്നാണ് ഇവരൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ 2-3 ദിവസം കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ നമ്മുടെ പുതിയ പടത്തില് പഴയ പാട്ടുകൾ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടായി. അപ്പൊ എന്താ പറയാ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ നമ്മുടെ അഴകിയ ലൈലയാണ് നമ്മുടെ നീല, എവിടെയാണെങ്കിലും ആ ഒരു ഭയങ്കര ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പണ്ടത്തെ പാട്ടുകൾ സിനിമയിൽ വരുമ്പോ അത് നമ്മൾ പുതിയ സിനിമയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു എലമെന്റിലെ ഭംഗി എന്താണത്? ഇതിനകത്ത് ഒരു പഴയ പാട്ടുണ്ട്, മറ്റേ ദേവദാരു എന്ന സിനിമയുണ്ട്. അത് ആക്ച്വലി ഈ സിനിമയുടെ കഥയുമായിട്ട് തന്നെ ആ പാട്ടിന് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ എന്റെ കൂട്ട് ഗതി ആർക്കും വരത്തില്ലെന്ന് പറഞ്ഞ പോലെ എന്റെ പടം കുറച്ചു നാൾ മുമ്പേ ഷൂട്ട് ചെയ്തതാണ്. അതിന് ശേഷമാണ് ഈ പാട്ടുകളൊക്കെ മറ്റു പടങ്ങളിൽ വന്നത്, പഴയ പാട്ടുകളൊക്കെ. അപ്പൊ ട്രെൻഡ് തുടങ്ങിയ ശേഷമാണ് എന്റെ പടം റിലീസ് ആയില്ലല്ലോ, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് 1.5 വർഷം മുമ്പ് 2 വർഷത്തോളമായി നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പടത്തിൽ ഈ പാട്ടും ഈ നമ്മൾ കഥാപരമായിട്ട് തന്നെ ഇതിന് ബന്ധമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നീട് വേറെ സിനിമകൾ ഇറങ്ങിയപ്പോ അതിനകത്തൊക്കെ പഴയ പാട്ടുകൾ വന്ന് ട്രെൻഡായി. ഇനിയിപ്പോ നമ്മള് കോപ്പിടിച്ചെന്ന് പറയും, അതാണ് പ്രശ്നം. അവിടെ നമ്മളാണ് കൊണ്ടുവന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് കട്ട് ചെയ്തിട്ടത്. ഇത് മാത്രം മറ്റേ തമ്മിൽ എന്നെ കോപ്പി അടിച്ചു എല്ലാവരും എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഓണം പരിപാടിയിലൂടെ ഇൻസ്പയർ അങ്ങനെ പറയാം. ഞാന് കുറച്ച് ഓണം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര നല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല്, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ് എനിക്കും മനസ്സിലായത്. അപ്പൊ ഇത് നമ്മുടെ വിവരം ഒന്നും പരീക്ഷിക്കാനുള്ളതൊന്നും അല്ല, ചുമ്മാ നമ്മൾ കുറച്ച് ഇന്റലക്ച്വൽ ആണ്. എന്ന് പറഞ്ഞാൽ ഓണമായി ബന്ധപ്പെട്ട ഒരു പുരാണമൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ അനുസരിച്ചേക്ക് കുറച്ചും കൂടി ഇല്ലേ, ഫോണിൽ ഓം നമജിയുടെ റിംഗ് ടൂൺ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇത് നമുക്കൊരു ജനറൽ ഇൻഫർമേഷൻ ആവാൻ വേണ്ടിട്ട് മാത്രം ചോദിക്കുകയാണ്. ആരാണ് വർഷത്തിൽ നമ്മളെ കാണാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം അറിയാവുന്നവർ പറയാ, പറയാത്തവർക്ക് നമ്മൾ ചെറിയൊരു ടാസ്ക് പോലെ ഇങ്ങനെ. എന്റെ ടാസ്ക് ആദ്യം അത് കുപ്പിയിൽ എഴുതിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ, അത് കുലുക്കിയെടുത്താൽ മതി. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തരുമോ, ഞാൻ കുലുക്കിക്കാം. ഇവരാണ് പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, അപ്പൊ അവർക്കാണ് ടാസ്ക് കൊടുക്കുക. അങ്ങനെയൊന്നുമില്ല. അപ്പം 1, 2, 3, 4, 5, 6 ടാസ്കുകൾ ഞാൻ എഴുതിയിട്ടുള്ളൂ. ചോദ്യം 10 ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉത്തരം പറയും എന്നുള്ള ഒരു ഉത്തരം ഞങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിച്ചിരിക്കണം. അറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. ചോദിക്കട്ടെ. അപ്പൊ ഉത്തരം അറിയാവുന്ന ഒരാളിന് കൈ നോക്കിയിട്ട് ഉത്തരം പറയണം. പൊക്കിക്കോണേ, അതായത് കൈ പൊക്കണം, എന്നാലും ഉത്തരം പറയാൻ ചാൻസ് കിട്ടുള്ളൂ. പൊക്കാത്തവർക്കാണ് നമ്മളിത് കൊടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ റെഡി, 1, 2, 3 സ്റ്റാർട്ട് ചോദിക്കാൻ പോവാണ്. മഹാബലിയുടെ ഒറിജിനൽ നെയിം എന്താണ്? വിഷ്ണു ചേട്ടാ ചരിത്രം പഠിച്ചിട്ടല്ലോ അങ്ങനെയല്ല, മഹാബലി അതല്ലെങ്കിൽ നമ്മുടെ മാവേലിയുടെ ശരിക്കുള്ള പേരെന്താണ്? ചേട്ടാ ഹിസ്റ്ററിയാണ് പഠിച്ചത്? കൊമേഴ്സ് ആണ്. മഹാബലിയുടെ നാട്ടിലുള്ള ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അറിയാം, പക്ഷെ ആ രാജാവിന്റെ പേര് നിഖിലേക്ക് അറിയോ? ക്ലൂ ഉണ്ടോ?
ആ ഈ വെച്ചിട്ടാണ് തുടങ്ങണത്. ഇന്ദ്രസേനാണോ? എന്റെ ഡിഗ്രി ഞാൻ പണ്ടെങ്ങനെ എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പ്രിപ്പയർ എന്റെ അടുത്ത് പറഞ്ഞു നിഖില പറയുമായിരിക്കും, കാരണം നിഖിലക്ക് അത് അറിയാമെന്ന് എന്റെ അടുത്ത്. എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പണ്ടെവിടെ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, വായിച്ചതായിട്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ എറിഞ്ഞതാ. ടാസ്ക് ഞാൻ എടുക്കും. ഞാൻ ഇതെടുത്ത് വായിച്ചാൽ ഇത് നിങ്ങൾ 3 പേരും ഉത്തരം പറയാത്തവർ തോറ്റവർ പറയാ ഈ ടാസ്ക് ചെയ്യണം. എന്നെ ഒഴിവാക്കണം ഇല്ല ഇല്ല, നിങ്ങൾ അറേഞ്ച് ചെയ്ത പരിപാടിയല്ല, നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, ഞാൻ എടുക്കട്ടെ. ഇപ്പം ഞാൻ ഒന്ന് എടുത്തിട്ടോ, ഞാൻ വായിക്കാൻ പോണേ. എന്താണ്? അയ്യോ, തുടക്കം തന്നെ ഇതാണോ? 500 രൂപ GPay ചെയ്യാൻ ആരെങ്കിലും വിളിക്കാനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ചെയ്യുണ്ടോ? എന്നെ വേണം വിളിച്ചോ, ഞാൻ ഇപ്പൊ തന്നെ GPay ചെയ്തു. ആ വിളിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിളിക്കാം നമുക്ക്. എന്നാ ഞാനത് ചെയ്തോട്ടെ. ആരെ? കൂണ്ടാൻ വേണ്ടി സാധനങ്ങൾ കൊടുത്താൽ അതൊക്കെ വേറെ വിളിക്കാൻ പാടില്ല, വേറെ ആരെങ്കിലും വിളിക്കണം. എല്ലാരും വിളിക്കണം, വേറെ എല്ലാരും വിളിക്കണം, എല്ലാരും വിളിക്കണം. 3 പേരും വിളിക്കണം. അങ്ങനെ വിളിക്കണം. അല്ല, അങ്ങനെയല്ല. നിന്റെ ഫോണിലേക്ക് നിനക്ക് 500 രൂപ കിട്ടും. അത് നിനക്കാണ് 500 രൂപ GPay ഉണ്ടല്ല. നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിങ്ങളെ സുഹൃത്തുക്കളെ ആരെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് ഇപ്പൊ പറയണം, പക്ഷെ സ്പീക്കറിൽ ഇടേണ്ടി വരും. കഥ ഇന്ന് വരെ ആക്ച്വലി ഒരു പ്യുവർലി ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പം ഞാൻ മേപ്പടിയാന് ശേഷം ചെയ്യാൻ ആക്ച്വലി വേറൊരു സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. പിന്നീട് ഞാൻ ഇപ്പോൾ ഈ കഥയിന്ന് വരെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അത് ചെയ്യണം, ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്നുള്ള ഇഷ്ടം കൊണ്ട് ആണ് കഥയിന്ന് വരെ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ എൻ്റെ കൂടുതൽ വിശേഷം ഇപ്പോൾ 20-ാം തീയതി റിലീസാണ്. പിന്നെ ഈ പറഞ്ഞ ബിജു മേനോനും മേതിൽ ദേവിക, അനുശ്രീ, നിഖില, അനുമോഹൻ, ഹക്കീം ഇവരൊക്കെയാണ് കാസ്റ്റ് ഉള്ളത്. പിന്നെ സിദ്ദിഖ് ഉണ്ട്, രഞ്ജി പണിക്കറുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ഇപ്പം ഇപ്പോൾ നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റുകളിൽ ഇപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ ഈ പ്രോഗ്രാമിലുള്ളത്. പക്ഷേ എന്താ പറയുക, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ എന്ത് പറയുന്നതാണ് എൻ്റെ മനസ്സിൽ. എല്ലാവർക്കും ടാസ്ക് ഉണ്ട് കേട്ടോ. സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ 10 വാക്കിൽ കഴിയേണ്ട നമ്മൾ ഉത്തരം പറയാം. 10 സെക്കൻഡ് പറയാനുള്ളത് പോലും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ കഥാപരമായിട്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വിവരങ്ങൾ ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ഇവരോട് ചോദിക്കും. ഓക്കെ, ഇനി നിങ്ങൾ 3-ൽ ആദ്യം തുടങ്ങണം നമുക്ക്. നിഖില. എല്ലാരും നിഖിലയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്രയ്ക്ക് കഥയെ പറ്റി വ്യക്തമായ ധാരണയുണ്ടോ കുട്ടിക്ക്? ഞാൻ പറയാം, വിഷ്ണുവേട്ടൻ വേറൊരു സിനിമ ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പൊ വിഷ്ണുവേട്ടൻ വിചാരിച്ചാണ് ഈ സിനിമ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്ത സിനിമയാണ് ഈ സിനിമയിലെ ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ. എന്റെ പേര് പറയാൻ പറഞ്ഞ എന്റെ ക്യാരക്ടറിന്റെ പേര് ഉമാദാണ്. എനിക്ക് ഗെറ്റപ്പ് വൈസ് ഒക്കെ കുറച്ച് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ട്രെയിലറൊക്കെ വരുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.